പലതരത്തിലുള്ള വെണ്ട വിത്തിൽ നിന്ന് ബഡ് ചെയ്ത് കാർത്തികേയൻ നായർ എന്ന കർഷകൻ വികസിപ്പിച്ചെടുത്ത നാട്ടുകൊമ്പൻ എന്ന ഇനം ശ്രദ്ധേയമാകുന്നു. കായംകുളം സ്വദേശിയാണ് കാർത്തികേയൻ നായർ. കലികാലൻ നമ്പർ 1 എന്ന നെൽവിത്ത് വികസിപ്പിച്ചെടുത്തതിലൂടെ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയ ആളാണ് ഇദ്ദേഹം. പലതരത്തിലുള്ള വെണ്ട വിത്തിൽ നിന്നും ബഡ് ചെയ്ത് കാർത്തികേയൻ നായർ എന്ന കർഷകൻ വികസിപ്പിച്ചെടുത്ത നാട്ടുകൊമ്പൻ എന്ന ഇനം ശ്രദ്ധേയമാകുന്നു. പ്രതിരോധശേഷി കൂടുതൽ, ദിവസവും കായ്ഫലം തുടങ്ങിയ അനവധി സവിശേഷതകൾ ഈ വിളയ്ക്ക് കാർത്തികേയൻ നായർ അവകാശപ്പെടുന്നുണ്ട്. കലികാലൻ നമ്പർ 1 എന്ന നെൽവിത്ത് വികസിപ്പിച്ചെടുത്തതിലൂടെ മുൻപ് തന്നെ മാധ്യമശ്രദ്ധ പിടിച്ചുപറ്റിയ കർഷകനാണ് കാർത്തികേയൻ നായർ. വഴിയോര മാതൃകാ നെൽകൃഷിയിലൂടെ വികസിപ്പിച്ചെടുത്ത കലികാലൻ നമ്പർ 1 ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. പെരിങ്ങാല ഊടത്തിൽ വടക്കതിൽ KR കാർത്തികേയൻ നായർ ആർക്കും വേണ്ടാതെ കിടന്ന സ്ഥലത്തായിരുന്നു അന്ന് സ്വന്തം അധ്വാനത്തിൽ പൊന്നു വിളയിച്ചത്. ഇങ്ങനെ വിളയിച്ചെടുത്ത നെൽവിത്തിനത്തിനാണ് കലികാലൻ നമ്പർ 1 എന്ന പേര് നൽകിയത്. കാർഷിക ഗവേഷണ കേന്ദ്രത്തെ പോലും അമ്പരിപ്പിക്കുന്ന തരം വിത്തിനമാണ് കലികാലൻ നമ്പർ 1 എന്ന് കാർഷിക ഗവേഷണ കേന്ദ്രം തന്നെ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പുരസ്കാരങ്ങളും ഇദ്ദേഹത്തിന് ലഭിച്ചു. ഞാൻ 2.5 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലും കഷ്ടപ്പാട് കഴിവരും വികസിപ്പിച്ചെടുത്ത് വരുമ്പോൾ വെണ്ടയാണ് ഈ നിൽക്കുന്നത്. അത് സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് കായംകുളം വില്ലേജ് സർവീസ് ബാങ്കിൻ്റെ പടിഞ്ഞാറ് വഴി ഞാൻ കൃഷിയൊക്കെ ചെയ്യാൻ അനുവാദം തന്നിട്ടുള്ള ആ വാഴത്തോട്ടിലും പൂവറ്റക്കകത്തും ഒക്കെ ആയിട്ട് നട്ട് വളർത്തി ആരുടെയും ശല്യം ചെയ്യാത്ത രീതിയിൽ ഈ രീതിയിലാക്കി ഒരു ചീര ഇത്. പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൻപുറത്തുള്ള മറ്റ് വെണ്ടയുടെ ഇനമല്ലിത്. ഇത് 5 സൈസ് വെണ്ടയാണ്. അത് 5 സൈസ് വെണ്ടയുടെ ഒരു കുഞ്ഞുവിരലിൻ്റെ നഖത്തിൻ്റെ അത്രയും ഭാഗം അടിക്കുമെന്ന് ഞാൻ കട്ട് ചെയ്തെടുത്ത് ഈ ചീരയുടെ ഏറ്റവും അടുക്കി വെച്ച് അതിന് വേരിറക്കിയെടുത്താണ്. അതിന് രാസവാഹമായിട്ടൊന്നും വരുന്നില്ല. ഒരു ചോറാണ് അതിന് പശയായിട്ട് ഞാൻ തേച്ചിട്ട്. ഈ നാട്ടിലെങ്ങും ഇല്ലാത്ത രീതിയിലുള്ള ഒരു നെല്ലായിരുന്നു എൻ്റെ കലികാലൻ നമ്പർ 1 ഉള്ള CD നെറ്റ് വർക്കായിരുന്നു. ഇത് ജനങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവന്നു. പിന്നെ എല്ലാ പത്രദൃശ്യ മാധ്യമങ്ങളും അത് എടുത്തു രാഷ്ട്രപതിയുടെ അവാർഡ്. CD നെറ്റ് ന്യൂസ്, കായംകുളം.